മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മർച്ചന്റ്സ് അസോസിയേഷൻ വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ സഹായ വിതരണം സുരേഷ് പാറയിലിന്റെ കുടുംബത്തിന് കെ രാധാകൃഷ്ണൻ MP കൈമാറി. സുരേഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സുരേഷിന്റെ കുടുംബാംഗങ്ങളെ മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരും ആത്മീയരും വ്യാപാര വ്യവസായികളുടെ ഭാരവാഹി ജനപ്രതിനിധികളുള്ള സുരേഷ് ആ സുഹൃത്തിൻ്റെ വേർപാട് നമ്മളെല്ലാവരും ഓർമ്മിക്കുകയും ചെയ്യും. ആദ്യമായി തന്നെ സുരേഷിൻ്റെ വേർപാടുള്ള ദുഃഖവും മരിച്ചുപോയതിനും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്ഥാനങ്ങളിൽ ആദരാഞ്ജലിക്കുന്നു. ദൈവത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മാതൃകയായി ഭദ്രം എന്ന പദ്ധതി നടത്തണം. ഇവിടെ അങ്ങനെയും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന സൂചിപ്പിച്ചതുപോലെ 30 കോടിയോളം രൂപയാണ് ഇതിൻ്റെ ആ പദ്ധതി തുടങ്ങിയതിന് ശേഷം വ്യാപാര വ്യവസായി കുടുംബത്തിന് നൽകാൻ വേണ്ടി കഴിഞ്ഞ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ആ കാര്യത്തിൽ നമ്മൾ കാഴ്ചവെച്ചത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന സമയത്തില്ല. നമ്മൾ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തനായിരുന്നാലും വേറോട്ട് പോകുമ്പോൾ ആ കുടുംബത്തെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ്. പറഞ്ഞപോലെ തന്നെ സുരേഷിന് ഇപ്പോൾ കുടുംബപരമായിട്ട് അത്ര സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബമല്ല എന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞപോലെ സാമ്പത്തികമല്ല പ്രശ്നം. നമ്മൾ ഒരുമിച്ച് കൊണ്ട് കൂടെ കൊണ്ട് എന്നുള്ള സന്ദേശമാണ് നമ്മളെയും സഹായം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത്. നമ്മുടെ സൈനികർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും പോകും, ഉറപ്പാണ്, ഒരു സംശയമില്ല. ജനിച്ചാൽ മരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പല സ്ഥലത്തും ചെറുപ്പങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ കൊടുക്കുന്നു. ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പർ കൂടിയായിരുന്നു. 90 ജില്ലാ കൗൺസിൽ നമ്മുടെ വള്ളത്തോണ ഡിവിഷനിലാണ് എരുമപ്പെട്ടി ഉൾപ്പെടെയുള്ള പ്രദേശം. അന്ന് തൊട്ട് മിക്കവാറും മരിച്ചു കഴിഞ്ഞാൽ നിർത്തിവെച്ചാണ്. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ വീക്ക് വയ്ക്കുമ്പോൾ ഇത് എപ്പോഴാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ ഓർക്കാറില്ല. സാധാരണ അങ്ങനെ ആരും ഓർക്കാറില്ല. കാരണം എന്താണ്, നമുക്ക് നല്ല സംഭവിക്കില്ല എന്നാണ് നമ്മളെല്ലാം എപ്പോഴും ധരിച്ചിരിക്കുന്നല്ലേ. നമ്മൾ വീട്ട് കൊണ്ട് വയ്ക്കുമ്പോൾ അതോടുകൂടി നമ്മൾ വിചാരിക്കും നമുക്കത് സംഭവിക്കാൻ സാധ്യതയില്ല. ഞാൻ ഓരോ പ്രാവശ്യം വീട്ട് വയ്ക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ ദൈവത്തെ ഈ സാധനം വരുന്നത് എന്ന് തമാശ പറയല്ല, ഞാനെപ്പോഴും ഓർക്കാറില്ല. അതായത് മനുഷ്യനങ്ങനെയാണ്. മനുഷ്യൻ എന്തെല്ലാം അപകടം ഉണ്ടാകുമ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ പിന്നെയും പ്രതീക്ഷയോട് കൂടിയാണ് ജീവിക്കുക അല്ലേ. കാരണം മനുഷ്യൻ്റെ എല്ലാ ജീവജാലങ്ങളും പ്രത്യേകത ഓരോ ദുരന്തത്തിൽ എങ്ങനെ വഴുതി മാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകളുണ്ടാകും ഓരോ ജീവിതം. അത് നമുക്ക് കണ്ടല്ലോ. അവിടെ ദുരന്തം ഉണ്ടായിട്ടിരിക്കുന്ന ആനകൾ രക്ഷപ്പെട്ടതിനെ കുറിച്ചും ആനകൾ മനുഷ്യനോട് കാണിച്ച സ്നേഹമൊക്കെ തന്നെ നമ്മൾ വായിച്ചറിഞ്ഞില്ലേ. ഒരു അമ്മയും നമ്മൾ മുകളിൽ ചെന്ന് വിട്ടത് 2-3 കാട്ടാനകളുടെ ഒരാന നേരം വിളിക്കുന്നവരെ അവർക്ക് കാവൽ നിന്നാണ്. അത്ര കണ്ട് നമ്മൾ മനുഷ്യന് മാത്രമാണ് മനുഷ്യത്വമുള്ളതെന്ന് പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് മനുഷ്യത്വം ഇല്ല എന്നുള്ളത് ചിലപ്പോൾ എങ്കിലും നമ്മൾ പറയാറില്ലേ. അത് സ്വഭാവം മൃഗതുല്യമാണ്. പക്ഷേ മൃഗങ്ങൾ എത്രയോ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ
സ്നേഹമുള്ളവരാണ്, അല്ലേ? അമ്മയും കുഞ്ഞും ഒഴുകി ചെല്ലുമ്പോൾ അതിനെ ദ്രോഹിക്കുകയല്ല ചെയ്ത കാവൽ നോക്കിയാണ്, ഒരു കാട്ടാനയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സംഭവിക്കുന്നു. മരണം എന്നുള്ളത് അത് അനിവാര്യമാണ്. ഒരു മനുഷ്യന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ജനിച്ചാൽ മരിക്കാതിരുന്നിട്ടില്ല, അല്ലേ? ഒരാൾ പോലും മരിക്കാൻ ഹിമാലയത്തിലോ മറ്റോ 1000-600 വർഷമൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്, അത് പറയുന്നുണ്ട്. അല്ലാതെ കൃത്യമായിട്ട് ഒരു എവിഡൻസും ഉണ്ട്. അപ്പോൾ മരണം അനിവാര്യമാണ്. പക്ഷേ മരിക്കുമ്പോൾ ആ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുടുംബമുണ്ടാകും. ആ കുടുംബത്തിനൊരു ആശ്രയം കാണുന്നില്ല. അതിന് തീർച്ചയായിട്ടും കോടതി വളരെ ഭദ്രം എന്നാണ്. ജീവിതം ഭദ്രമാക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഭദ്രം എന്നുള്ള വാക്ക് തന്നെ നല്ലൊരു വാക്കായിട്ടാണ് പോകുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭദ്രം എന്നുള്ള പദ്ധതി എന്തായാലും നമ്മുടെ വ്യാപാരി സമൂഹത്തിന് അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി അംഗങ്ങളായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അത് വലിയ ആശ്രയമാണ്. സുരേഷിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഞാൻ ചേട്ടനൊക്കെ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ചേട്ടൻ്റെ കൂടെ എന്നും ഞാൻ സുരേഷിനെ കാണുകയും അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് സുരേഷായിട്ടുള്ള ആത്മബന്ധമുണ്ട്. അതിനുശേഷം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു സുരേഷ്. ഈ പറഞ്ഞ മാതിരി പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, ട്രിവാൻഡ്രത്തും കോഴിക്കോടൊക്കെ തന്നെ ജാതിയും മറ്റുമായി പോകുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയ്ക്ക് സുരേഷാണ് ലീഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതിനുശേഷം സുരേഷ് പഞ്ചായത്ത് മെമ്പറാവുകയും വർക്ക് ചെയ്യാൻ ഇതുമായി സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയം പരിമിതിയായി. കാരണം പറഞ്ഞാൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധം പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാതെ, എന്നാൽ വ്യാപാരികളുടെ ഏത് കാര്യവും പഞ്ചായത്തിൽ അറിയിച്ചിരുന്നത് സുരേഷാണ്. കാരണം പറഞ്ഞാൽ വ്യാപാരികളുടെ പ്രതിനിധികൾ മറ്റാരുമില്ല. അന്നൊക്കെ തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സുരേഷിനെ അല്ലെങ്കിൽ ശങ്കർ സുരേഷിനെ വിളിക്കും. സുരേഷ് ആ കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിൽ നമുക്ക് വേണ്ടി ഉന്നയിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് സുരേഷ്. സുരേഷിനെ സംബന്ധിച്ച് മറ്റൊരു അനുഭവം എനിക്കുള്ളത്, ഈ അടുത്ത കാലത്ത് നമ്മുടെ വാർഷികം നടക്കുന്ന സമയത്ത് ഈ ഓഗസ്റ്റിൽ, അന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുതിയതായി പണിത ബിൽഡിംഗ്, അന്ന് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ച് ആ ബിൽഡിങ്ങിലേക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രം, കാരണം ഗ്രൗണ്ട് ഫ്ലോർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പൈസ ഡൊണേറ്റ് ചെയ്ത ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പണി കിട്ടും. അത് കാരണം പുറമേ നിന്നുള്ള വ്യാപാരികൾക്ക് ഇപ്പോൾ ചോദിക്കേണ്ട, ഫസ്റ്റ് ഫ്ലോർ പണിയുമ്പോൾ നമുക്ക് സംഖ്യ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അന്ന് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം ഓരോരുത്തരും ജില്ലാ പ്രസിഡന്റ് ക്യാഷ് കൊടുക്കുമ്പോൾ അവിടെ ഞങ്ങൾ സുരേഷ് എഴുതിക്കും. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം തന്നെ ഞാൻ ഗോകുലിങ്ങനെ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വായിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രം പേര് വായിക്കുന്നത്. അത് കഴിഞ്ഞപ്പം സുരേഷ് എഴുതിക്കും. സുരേഷ് എഴുതുന്നുണ്ട് പറഞ്ഞു, ഞാനും ഇതിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ. ഞങ്ങൾ ആരും തന്നെ പറയുക വേറെ ഒന്നും ചെയ്തില്ല. എങ്ങനെ സുരേഷിൻ്റെ അറിയുമെന്ന് എനിക്കറിയില്ല. 10,000 രൂപ സുരേഷ് ജില്ലാ പ്രസിഡന്റ് എഴുതിയിട്ടുണ്ട്. അതിന് വലിയൊരു വേറൊരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സുരേഷിനോട് ഞങ്ങളും ഇതേമാതിരി ചേർന്ന് നിന്ന പല സംഭവങ്ങളുണ്ട്. കാരണം സുരേഷിൻ്റെ സ്ഥാപനം പെട്ടെന്നൊരു ദിവസം തീ പിടിക്കുകയും അന്ന് അവിടെ ഞങ്ങൾ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും, ഞാൻ നിർഭാവശ്യം ഞാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു, പക്ഷേ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവിടെ സുരേഷിൻ്റെ കളിയിൽ ഓടിയെത്തുകയും വേണ്ട രീതിയിൽ അവനെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമൊക്കെയായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാവാം സുരേഷ് ഞങ്ങൾ ആരും പറയാതെ ആ ബിൽഡിംഗ് കമ്മിറ്റിയിലേക്ക് സംഭവിച്ചു. ഏതായാലും സുരേഷിൻ്റെ മരണം വളരെ എല്ലാവരും ഞാൻ ഷോക്കായി. കാരണം പറഞ്ഞാൽ ഞാൻ സുരേഷിൻ്റെ കടയിൽ ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാനും വൈഫും കൂടിയിട്ട് അവിടെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ സുരേഷിൻ്റെ വൈഫായിരുന്നു അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സുരേഷിനെ വിളിച്ചപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുകഴിക്കാൻ പോയി എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ ഗോകുലൻ എന്നൊരു ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വിളിച്ചു. എന്നിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് പെട്ടെന്ന് കാല് വഴുകി താഴെ വീണു, എന്തോ തലയ്ക്ക് എന്തോ പറ്റിയിട്ട് ഹോസ്പിറ്റലാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വേറെ ആരും നമ്പറും ഇല്ല. അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ് നന്ദമാരുടെ സുരേഷിൻ്റെ മകൻ്റെ വൈഫാണ് ഇവരുടെ. അപ്പോൾ ഞാൻ വക്കീൽ സാറിനെ ഞാൻ വിളിച്ചു. അപ്പോൾ വക്കീൽ സാറാണ് ഈ ഫോൺ എടുക്കുന്നത്. അവസരം 9 മണിക്ക് വക്കീൽ സാർ എന്നെ വിളിക്കുകയും വക്കീൽ സാർ പറഞ്ഞു, ഞാൻ ദയാ ഹോസ്പിറ്റലാണ്,
സുരേഷും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും ഗൗരവത്തിൽ എടുത്തില്ല. ഞായറാഴ്ച ഞാനും വൈഫും കൂടിയിട്ട് ഇതുമാതിരി സുരേഷിനെ കാണാൻ വേണ്ടി അവിടെ പോയിട്ടോ. അപ്പോൾ സുരേഷിൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്ന സമയമായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കണ്ടു, ഞാൻ സുരേഷിനെ കണ്ടു, ICUവിലാണ്, എന്നെ നോക്കി ചിരിച്ചു എന്നും പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ അന്ന് പുലർച്ചെ അങ്ങോട്ടാം ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച 3:30 എൻ്റെ മകൻ വിളിക്കണം. അവിടുന്ന് രാത്രി വളരെ സിംഗിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സുരേഷിനെ അവിടെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകണം, ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ തിങ്കളാഴ്ച പുലർച്ചെ 3:30 സുരേഷ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് സുരേഷിനെ ഞാൻ പറഞ്ഞു. വേറെ ഒരു ജനകീയനായിരുന്നു, എല്ലാവരുമായിട്ട് അടുത്ത ബന്ധപ്പെട്ട ആളായിരുന്നു. നാട്ടിൽ ഇവിടെ സൂചിപ്പിച്ചതായി ഇന്നൊരു 10 ലക്ഷം രൂപ കൊടുക്കൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫാമിലിയെ, സുരേഷിൻ്റെ ഫാമിലിയെ, ഇവിടെയുള്ള എല്ലാ വ്യാപാരികളും, ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് വന്നപ്പോൾ തന്നെ ജില്ലയടക്കം 10,000-കണക്കിന് വ്യാപാരികളടക്കം അവരുടെ അടുത്ത് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കലല്ല ഉദ്ദേശം. എന്ത് കാര്യത്തിനും ആ ഫാമിലിയോട് കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും എന്നതും കൂടിയാണ് എനിക്ക് ഈ സമയത്ത് അവരോട് പറഞ്ഞത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, PS അബ്ദുൾ സലാം, എൽദോ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വയനാട് പുനരധിവാസ പദ്ധതികൾക്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിക്കുന്ന ഭവന ഫണ്ടിലേക്ക് 2,28,888 രൂപ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റിനു കൈമാറി. പ്രളയത്തിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച കടയുടമകൾക്ക് ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ MP-ക്ക് നിവേദനം നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.